നമുക്ക് ഷഹദ് റഹ്മാനിലേക്ക് പോകാം. വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ നിന്നും ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നത് ചൂരൽമലയിൽ നിന്നാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശത്ത് നിന്നും അവിടുത്തെ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകുന്നു വയനാട്ടിലേത്. എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കാം. ഷഹദ്, എങ്ങനെയാണ് വയനാട്ടിൽ പൊതുവെ പോളിംഗ്? ഇപ്പോൾ ഷഹദ് ഉള്ളത് ചൂരൽമല പ്രദേശത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടെയും വോട്ടർമാർ സജീവമായി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവുകയല്ലേ? തീർച്ചയായും ഗോപി, അങ്ങനെ തന്നെയാണ്. കാരണം രാവിലെ 5:30യോടുകൂടി മോക്ക് പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ ഇവിടെ ഈ വോട്ടർമാർ നിരനിരയായിട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ചൂരൽമലയിലുണ്ടായ ദുരന്തം, അതിനെ തുടർന്നുണ്ടായ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ. അപ്പോൾ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം വയനാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ഈ ചൂരൽമലയിലുള്ള ഈ ബൂത്തുകളാണ്. നമുക്കറിയാം ഇവിടെയുള്ള പലരും വിവിധ ഇടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വണ്ടികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വോട്ട് വണ്ടി എന്ന പേരിലാണ് ഇതിനായിട്ട് പ്രത്യേകം വണ്ടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ ഇടങ്ങളിൽ നിന്നും ആളുകളെ ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാക്കുവാനായി ഇവിടേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ 2 ബസ്സുകളിലായിട്ടാണ് ആളുകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. 80 പേർ അടങ്ങുന്ന 2 ബസ്സുകൾ. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇപ്പോഴും കൂടുതൽ ബസ്സുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും ഈ വോട്ടർമാർ വോട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ അടുത്ത വാഹനം ഇവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഈ ദിവസങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഈ ദുരന്തം നടന്നതിന് ശേഷം പല ഇടങ്ങളിലേക്കായിട്ട് വേർപിരിഞ്ഞിരിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും വീണ്ടും ഒത്തുചേരുന്നു എന്നുള്ള ഒരു സന്തോഷ കാഴ്ചയും കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. കാരണം ഇന്ന് രാവിലെ നമ്മൾ അതിവൈകാരികമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടു. പലരും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും അതുപോലെ തന്നെ സന്തോഷം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ പലരുടെയും മുഖങ്ങൾ അത് നമുക്ക് അറിയാവുന്ന മുഖങ്ങളാണ്. നമ്മൾ ദിവസങ്ങളോളം മാസങ്ങളോളം ഇവിടെ നിന്ന ഘട്ടത്തിൽ നമുക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. സുഖാണോ? സുഖമാണ്. ഇപ്പൊ എവിടെയാണ്? കൽപ്പറ്റ. ഇവിടെ ടൈലർ ഷോപ്പൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. ഇപ്പൊ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. വീണ്ടും ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാരും കാണാനുള്ള ഒരു അവസരം എങ്ങനെ നോക്കിക്കാണുന്നു? സന്തോഷമാണ്, സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എല്ലാരും കാണാലോ, കുറെ ആയി ഇങ്ങനെ കണ്ടിട്ട്. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകുന്നത്. വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നാണ് ഷഹദ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. 36.18% വയനാട്ടിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്.